കർണാടക ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹം കുഴിച്ചുമൂടിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലിൽ വൻ വഴിത്തിരിവ്. അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളിയെ റിമാൻഡ് ചെയ്തു. അതിനിടെ മകളെ കാണാതായി എന്ന പരാതിയിൽ പരസ്പര വിരുദ്ധ പ്രതികരണങ്ങളുമായി സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്തെത്തി. ആദ്യം തനിക്ക് മകളില്ല എന്ന് പറഞ്ഞ സുജാത പിന്നീട് മകളുണ്ടെന്നും തെളിയിക്കുമെന്നും തിരുത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ഈ വെളിപ്പെടുത്തലിന്മേൽ ഉണ്ടായിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലിനെ തന്നെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ കാര്യമായി ചോദ്യം ചെയ്യുന്ന, അതിൽ വലിയ പ്രശ്നമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് SIT സംഘത്തിൻ്റെ കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉച്ച മുതൽ ഇന്ന് രാവിലെ 5 മണിവരെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ SIT സംഘം ചോദ്യം ചെയ്തു. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത്. അതിൽ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും പോലീസിന് ലഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനം, ഈ സംഭവങ്ങളൊക്കെയും തുടങ്ങുന്നത് ഈ ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരാക്കിയ ഒരു തലയോട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ തലയോട്ടി താൻ കുഴിച്ചിട്ട മൃതദേഹം, അത് അവിടെ നിന്ന് കുഴിച്ചെടുത്ത അസ്ഥികളാണ്, തലയോട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ കോടതിയെ സമീപിക്കുന്നത്. ആ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ SITക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. അവർ അത്തരത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യലുണ്ടായി. പല വിവരങ്ങളും ഇയാളോട് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ നൽകിയ മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു. ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നിൽ തന്നെ വലിയ ഗൂഢാലോചന ഉണ്ടായതായി ഇയാൾ SIT സംഘത്തോട് പറഞ്ഞു എന്നാണ് SIT നൽകുന്ന വിവരം. അത്തരത്തിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു, അന്വേഷണ സംഘത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു, ഒപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ടാണ്, അതൊക്കെയും ഇപ്പോൾ ചാർത്തിയിട്ടാണ് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം